MDMA കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സൈബർ തട്ടിപ്പ് കേസിലടക്കം പ്രതികൾ. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തുവന്നത് നേതൃത്വത്തെ വെട്ടിലാക്കി. ഇതോടെ ഇവർ യൂത്ത് കോൺഗ്രസ് അല്ലെന്ന മുൻ നിലപാട് നേതൃത്വം തിരുത്തി. ഇവരെ പുറത്താക്കുന്ന യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി. പ്രതികളെ പുറത്താക്കിയത് മുഖ്യമന്ത്രിയുമൊത്തുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ്. പ്രതികളെ പുറത്താക്കി വിവാദത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമത്തിലാണ് ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം. പ്രതികൾക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആദ്യ നിലപാട്. MDMA കേസിലെ പ്രതികൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പോലുമല്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മന്ത്രി OJ ജനീഷ് മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി. പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കിയതായി സംഘടന പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. അറക്കപ്പടി വലിയകുളം യൂണിറ്റ് ഭാരവാഹിയാണ് ഹുസൈൻ എന്ന് ജില്ലാ കമ്മിറ്റി ഒടുവിൽ പത്രക്കുറിപ്പിൽ സമ്മതിച്ചു. പ്രതികളെ അറിയില്ലെന്നായിരുന്നു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് MLA നിലപാട്. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുമൊത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള പുറത്താക്കൽ വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനാണെന്ന് വ്യക്തം. മുഖ്യമന്ത്രിക്ക് പ്രതികളുമായുള്ള ബന്ധം നേതാവിന് അണികളുമായുള്ള ബന്ധം മാത്രം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. പ്രതികൾ കോൺഗ്രസ്സുകാരല്ലെങ്കിൽ VD സതീശൻ എന്തിന് അവരുടെ വീട്ടിൽ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഈ പ്രതിസന്ധിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ഗതികെട്ടപ്പോഴുള്ള പുറത്താക്കൽ എന്ന് വ്യക്തം. ഇതിനിടെ പ്രതികൾ മറ്റു കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാണെന്ന വിവരം പുറത്തുവന്നത് നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ പിടിയിലായ പെരുമ്പാവൂർ സ്വദേശിയും കോൺഗ്രസ് പ്രവർത്തകനുമായ സൈനുൽ ആബ്ദീൻ മുൻപ് മറ്റൊരു കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചുണ്ടായ സൗഹൃദമാണ് മയക്കുമരുന്ന് കടത്തിനുള്ള സംഘമായി പിന്നീട് രൂപം മാറിയത്. ഇയാൾക്കെതിരെ കണ്ണൂരും കോഴിക്കോടും നിലവിൽ കേസുകളുമുണ്ട്. വനിതാ ഡോക്ടറെ സൈബർ തട്ടിപ്പിലൂടെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നതാണ് അതിലൊന്ന്. ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പുറത്താക്കി തടിയൂരാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.